കിട്ടുണ്ണി എന്താ മുത്തശ്ശി മിണ്ടരുത്. ഈ ഫ്ലോറിൽ വന്നിട്ട് മിണ്ടരുതെന്നാ. ഇവിടെ എന്തെങ്കിലും മിണ്ടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അതല്ല, ഇല്ലത്തെ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആചാരങ്ങൾ ലംഘിച്ചിരിക്കണു. എന്താ മുത്തശ്ശി പറയുന്നത്? കാവില് വിളക്ക് വെക്കുന്നില്ലേ? കാരണവന്മാർക്ക് പൂജ ചെയ്യുന്നില്ലേ? മുടങ്ങിക്കിടന്ന ക്ഷേത്ര ഉത്സവങ്ങളെല്ലാം നടത്തുന്നില്ലേ? അതൊന്നല്ല, പിന്നെ മാസം അനുഷ്ഠിച്ചു വരുന്ന ആചാരം തെറ്റിയിരിക്കണു. എന്താ അത്? ഇതിന് നെറ്റ് തീർന്നിട്ട് ഒരു മാസമായി. നീ ഇത് റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ടാ? എന്തിനാ ചാർജ് ചെയ്തിട്ട്? എനിക്ക് റീൽസ് അയ്യേ, അങ്ങനെ നീ എന്നെ പുച്ഛിക്കൊന്നും വേണ്ട. എനിക്ക് യൂട്യൂബിൽ 999 സബ്സ്ക്രൈബ്സ് ഉണ്ട്. എന്റെ പൊന്നു മുത്തശ്ശി, ഒരു സബ്സ്ക്രൈബറും കൂടെ ആയിക്കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം പൂർണ്ണമായി. കാലൻ അതും പറയാണ്ട് എനിക്കത് ചാർജ് ചെയ്ത് തരുന്നുണ്ടോ? പിന്നെ എനിക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ പൈസ ഇല്ല. അപ്പഴാ മുത്തശ്ശിക്ക്. ഞാനേ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഈ രാത്രിയില് നീ തെങ്ങോട്ട് പോണേ? ഞാൻ തെക്ക് ദേശത്തോട്ട് പോണു മുത്തശ്ശി. അതെന്തിനിപ്പോ തെക്കോട്ട് പോണേ? അറിഞ്ഞില്ലേ, വടക്ക് ദേശത്തെ കള്ളിഷാപ്പ് ഇപ്പൊ തെക്ക് ദേശത്തോട്ട് മാറ്റിയിരിക്കുന്നു. ഒന്ന് മിനിങ്ങിട്ട് വരാം. ശിവ ശിവ, ഇല്ലത്ത് മദ്യപാനോ? ഈ ചെക്ക ഇല്ല മുടിക്കും. കിട്ടുന്നേ പോയി വരുമ്പോ ഒരു മൂപ്പനെയും കൂട്ടിക്കോ. എന്നാ വടക്കോട്ട് പോകാം. നീ തെക്കോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ വടക്കോട്ട് പോണേ? വടക്ക് ഭാഗത്തിലെ കാട്, മൂപ്പരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ശുംബൻ അതല്ല പറഞ്ഞത്, മൂത്ത കള്ളും കൂട്ടിങ്ങിട്ട് പോരേന്ന്. എന്റെ പൊന്നു മുത്തശ്ശി, നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിച്ച് മൂത്ത് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ദേശത്തുണ്ണി വരുന്ന അറിയത്തില്ല. ദേഹത്തുണ്ണി വന്ന ഡോക്ടറെ കണ്ട് കരിയിച്ചാണ്ട് കളയണം. കരിയിച്ച് കളയുന്നത് പാലുണ്ണി. ഞാൻ പറഞ്ഞത് കള്ളനുണ്ണി. പണ്ട് തൊട്ടേ അവന്റെ ലക്ഷ്യം നമ്മുടെ ഇല്ലവാണേ. അങ്ങനെയാണെങ്കിൽ ആ എലിപ്പെട്ടിയുള്ള കപ്പ കഷ്ണം എടുത്ത് മാറ്റി വെക്കണം. അതെന്തിനാ? ഈ ഇല്ലത്തിന് ബാക്കി അതല്ലേ ഉള്ളൂ. സത്യം. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം. ഒരു എൻട്രി പഞ്ചിന് വേണ്ടി ചാടിയതാ. ചന്തയാണല്ലോ ഈശ്വരാ പഞ്ചറായത്. മൂങ്ങകൾ മൂളുന്ന ശബ്ദം, പക്ഷികൾ ചിറകട്ടടിക്കുന്നു. ഇത് തന്നെ മൂട്ടിക്കാൻ പറ്റിയ സമയം. ആഹാ, ഇവിടുന്ന് സ്പോട്ട് അപ്പ് ചെയ്ത് മനുഷ്യനെ കളിയാക്കുമായിരുന്നു. മടിശീലയിലൊന്നുണ്ട്? മടിശീലയിലൊന്നുമില്ല, മടി ഒരു ശീലാക്കി ടെക്കവൻ. ഇങ്ങോട്ട് പറയും, എവിടെ ചെന്നാലും കാണും ഇതുപോലൊരു ചെതറി പിടിച്ച കളവി. സത്യം പറ, ഇവിടെ പുരാവസ്തുട്ട് എന്തുണ്ട്? ഈ ഇല്ലത്തുള്ള ആകെയുള്ള പുരാവസ്തുവാണ് ഈ നിൽക്കുന്ന മുത്തശ്ശി. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഈ കായംകുളം കൊച്ചുണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ വീടിന്റെ അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വവ്വാക്കാവുന്ന സ്ഥലമുണ്ട്. അവിടെ ജനിച്ചൊരു കള്ളനാണ് ഞാൻ. പേര് ഉണ്ണിക്കുട്ടൻ. കള്ളൻ ആരെങ്കിലും ഉണ്ണിക്കുട്ടന്ന് പേരിടോ? കള്ളനല്ല, ഉണ്ണിക്കുട്ടാന്ന് പേര് ഞാൻ ഇട്ട പേരല്ല. എന്റെ അച്ഛനും അമ്മയും ഞാൻ ജനിച്ചപ്പിട്ട പേരാ. അവർക്കറിയാമോ ഞാൻ വലുതാകുമ്പോ കള്ളനാവൂന്ന്? അല്ല പിന്നെ ഉണ്ണിക്കുട്ടാ, മോഷ്ടിക്കണൊക്കെ പാപല്ലേ കുട്ടിയെ? മോഷ്ടിക്കുന്നൊന്നും വലിയ പാപമൊന്നും അല്ല. ഞാനൊരു കാര്യം ചെയ്തു പറഞ്ഞാൽ ഉള്ളടത്തുനിന്ന് മൂട്ടിച്ചിട്ട് ഇല്ലാത്തടത്തുകൊണ്ട് കൊടുക്കും. എന്നാ പിന്നെ കുറച്ചേ ഉള്ളടത്തുനിന്ന് കണ്ട് കൊണ്ടുവരുന്നില്ലേ? ഇവിടെ ഒന്നും ഇല്ലേ? ഇങ്ങനെ സെന്റിമെന്റ്സ് പറഞ്ഞ എന്റെ റൂട്ട് തെറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഇവിടെ എന്തെങ്കിലും പോവുള്ളൂ. ഒന്നും ചെയ്യണ്ട, തിക്ക് കൂട്ടട്ടെ കുട്ടിയെ. ഇവിടുത്തെ അച്ഛൻ തമ്മരെ വേലിക്ക് കെട്ടിത്തന്നതാ. 10-15 പവൻ കാണും. ഇതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടോളൂ. ഗുരുത്വമുള്ളവരാ. ഞാൻ വാങ്ങിക്കോളാം. ഇങ്ങനെ മേടിക്കുമ്പോഴാട്ടോ എനിക്കൊരു മൂഡ് വരുള്ളൂ. അതുകൊണ്ടാണൊന്നും ഇങ്ങനെ തേക്കണ്ട കുട്ടിയെ. അച്ഛൻ തമ്പരാനാ തേച്ചത്. എന്തേ? ഇത് മുത്തുകൊണ്ടമാണ്. ഇത് കൊണ്ടുപോകപ്പെടുന്നു. ഉണ്ണി കത്തി വീശിയ ഇവിടെ കിടന്ന് വിറയ്ക്കും. പിടിച്ച് കൈ പിടിച്ച്. എന്താ പറ്റിയേ? ഈ ഇടയായിട്ട് ഭയങ്കര വിറവല മുത്തശ്ശി കൈക്ക്. എന്താ ഒന്നും പറയണ്ട മുത്തശ്ശി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ മൂട്ടിക്കാൻ വേണ്ടി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ വാതിലുണ്ടല്ലോ, എന്റെ കയ്യിലിരിക്കുന്ന കമ്പിയുണ്ട്, അവരുടെ താക്കോൽപ്പഴത്തിലൂടെ ഞാൻ ഇങ്ങനെ കുത്തി വിറച്ച് നേരം വെളുത്തുന്നേ. എന്നിട്ട് അയാൾ രാവിലെ വന്നിട്ട് 1200 രൂപ കൊടുത്ത് എന്റെ കയ്യിലേക്ക് ഓണർ തന്നു. അതെന്തിനാ? അവരുടെ വാതിൽ പുതിയൊരു ചിത്രപ്പണി ചെയ്തെന്നും പറഞ്ഞിട്ട്
ആലോചിക്കും. അമ്മ ഈ പൂച്ച തല്ലി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വിറയ്ക്കുവോ? പൂച്ചനെ തല്ലിയാ കൈ വിറയ്ക്കും. അപ്പൊ ഇതിനെന്താ പ്രതിവിധി? അത് കെട്ടിനോട് ചോദിക്കുക. എന്താ കിട്ടുന്നു ചേട്ടാ ഇതിന് പ്രതിവിധിയുള്ള? ഈ കത്തി ഒന്ന് മാറ്റിയത് എന്റെ വിറവല് മാറ്റായിരുന്നു. ചേടാ കൊണ്ടുപോവാ. വിറവല് മാറ്റായിട്ട് എന്റെ കൂടെ തെക്ക് ദേശത്തോട്ട് വരിക. തെക്ക് ഷൂട്ട് വന്നു കഴിഞ്ഞാല് 2 കുപ്പി കള്ളടിച്ച് കഴിഞ്ഞാൽ എല്ലാ വിറവലും അങ്ങ് മാറും. ഡ്യൂട്ടി ടൈമിൽ കള്ളു കുടിക്കാൻ ഞാൻ പോലീസല്ല, കള്ളനാ കള്ളൻ. ഹായ്, കണ്ടുപടിക്ക് കിട്ടണേ. കള്ളനായിട്ട് കള്ളു കുടിക്കണില്ല. ഉണ്ണിക്കുട്ടാ കൊണ്ട് ഇരിക്കുക. ഞാനൊരു കള്ളനാണ്. ആയിക്കോട്ടെ, അതിനെന്താ ഇരിക്കുക. കള്ളനാണ്. മുത്തശ്ശേരി മടിക്ക് എടുക്കുക. മോനെ, രാത്രി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. കിട്ടണേ. ഓ, കള്ളനാണെങ്കിലും ഇച്ചിരി കഞ്ഞി എടുത്തോളാം. ഞാൻ കൊണ്ടുവരത്തില്ല. അതെന്താ? എന്നിട്ട് വേണം കള്ളന് കഞ്ഞി വെച്ചെന്ന പേര് എനിക്ക് വരാൻ. ഹേയ്, ശുംഭൻ, വിഷമിക്കണ്ടാട്ടോ. അവ അങ്ങനെ പലതും പറയും. അല്ല, ഉണ്ണിക്കുട്ടന്റെ വേലിക്കെട്ട് കഴിഞ്ഞായിരുന്നു? പിന്നെ വേലിയൊക്കെ മാറ്റി ഞാനിവിടെ വല്ല കീഴിലും മതിൽ കെട്ടി കഴിഞ്ഞു. അതല്ല, മുത്തശ്ശി ചോദിച്ചതേ, മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? കല്യാണം കഴിഞ്ഞ് 7 മക്കളും ഉണ്ട്. ഇപ്പൊ 8ാമത്തതാണ്. ഇതൊക്കെ നിർത്തിക്കൂടെ? ഇത് എന്നാ മുത്തശ്ശി അവളും എന്നോട് പറയണത്? എന്ത്? ഇതൊക്കെ അങ്ങ് നിർത്തിക്കൂടെ എന്ന്. ഹേയ്, ശുംഭൻ, അതല്ല പറഞ്ഞത്. മോഷിക്കാൻ പോണാണ്ട് നിർത്തിക്കൂടെയെന്ന്. മുത്തശ്ശി, ഉണ്ണിക്കുട്ടൻ മൂട്ടിക്കാൻ തുടങ്ങി ഇന്നൊന്നുമല്ല, 5ാമത്തെ വയസ്സിൽ മൂട്ടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അറിയാവോ? അത് പൊന്നും പണ്ടും മണമൊന്നുമല്ല. വിശപ്പകറ്റാൻ വേണ്ടി ഒരു കഷ്ണം ബണ്ണ്. ഈ ബണ്ണും എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾക്കിടയിൽ ഓടിക്കുന്നോടുമ്പോൾ എന്റെ കാലിന് തെറ്റി ഞാൻ അറിയാതെ വീണു. ആ ബണ്ണും വീണു. ഒരു മഹാമനുഷ്യൻ ആ ബണ്ണ് വന്നെടുത്തിട്ട് ആ പൊടി തട്ടിയിട്ട് പറഞ്ഞു, വയലൻസ്, വയലൻസ്, വയലൻസ്. അത് എന്നോട് പറഞ്ഞ ഡയലോഗ് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? KGF ഞങ്ങളും കണ്ടതാണേ. അസലായിട്ട് സിനിമ ഡയലോഗ് പറയുന്നുണ്ടല്ലോ. ഈ സിനിമയായിട്ട് വല്ല ബന്ധമൊക്കെ ഉണ്ടോ? സിനിമയായിട്ട് എനിക്ക് തീർത്താ തീരാത്ത ബന്ധമല്ലേ ഉള്ളൂ. എന്ത് ബന്ധം? ഇവരെല്ലാം സിനിമ കാണാൻ പോണ സമയത്താണ് ഞാൻ അവരുടെ വീട്ടിൽ കയറി മോട്ടിക്കണം. ബന്ധമുണ്ട്. ഉണ്ണിക്കുട്ടാ, ഈ മോഷ്ടിക്കാൻ പോകുമ്പോഴേ കുതിരപ്പുറത്ത് പോകണ്ടെന്ന് പറയണത് സത്യമാണോ? പിന്നെ എന്നെ ഒരു കല്യാണമല്ലേ വിളിച്ചേക്കണം. ഞാൻ ഇന്ത്യക്കാർ പോണല്ലോ കുതിരപ്പുറത്ത് പോകാൻ വേണ്ടി. എന്റെ പൊന്നും മുത്തച്ഛൻ, ഞാൻ മോട്ടിക്കാൻ വേണ്ടി പോണതാ. ഈ മോട്ടിക്കാൻ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കിട്ട് പോകാൻ ആ വീട്ടുകാരല്ല, ആ നാട് മൊത്തം ഉണരൂലേ? അപ്പൊ ഈ മോട്ടിക്കാൻ പറ്റുമോ? കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം. കക്കാൻ പഠിക്കാം, നിക്കാൻ പറ്റത്തില്ല. അതെന്താ? തല നിറച്ച ആണിയാ. മഴക്കാല വരണ തുരുമ്പ് കുടിക്കാൻ സൂക്ഷിച്ചോ. ഞാനിത് പ്രൈമർ അടിച്ചങ്ങ് സൂക്ഷിച്ചോളാം. എന്ത് പറഞ്ഞാലും തോന്നിയോ സാ? കള്ളനുണ്ണിയേ, എനിക്ക് വേറൊരു സംശയം. കല്യാണം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞതുമാണ് പിരിഞ്ഞതുമാണ്. എങ്ങനെ പിരിയാതിരിക്കും? ഇതിനു വേണ്ടി സംശയമല്ലേ ഉള്ളി കിടക്കണം. ഞാൻ പറയുന്നോന്ന് കേക്ക്. ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ ഈ മോട്ടിക്കാൻ പോകുമ്പോ ഈ ഉടുമ്പിനെ കൊണ്ടുപോലും എന്താ അതിന്റെ ശാസ്ത്രം? ഞാനും കൊണ്ട് എന്റെ കൊണ്ട് ഉടുമ്പ്. ആ ശാസ്ത്രം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ വലിയ വലിയ നിലയുടെ മേളിലാണ് മൂട്ടിക്കുന്നത്. ഞങ്ങൾ ഈ ഉടുമ്പിനെ കൊണ്ടുപോയിട്ട് ഉടുമ്പിനെ അങ്ങ് എടുത്തെറിയും. അപ്പൊ ഈ ഉടുമ്പ് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അതിന്റെ വാലെ പിടിച്ച് കയറി മോട്ടിക്കും. അതാണ് പതിവ്. അല്ല, എന്നിട്ട് ഉടുമ്പിനെ ഇപ്പൊ കണ്ടില്ലല്ലോ. അതെന്താണെന്നറിയാം മുത്തശ്ശി? കഴിഞ്ഞ ആഴ്ച അളിയനും പെങ്ങളും കൂടി വീട്ടിൽ വന്നായിരുന്നേ. അപ്പം അളിയൻ വന്നപ്പോൾ ഒരു ഫുള്ളും കൊണ്ടാ വന്നത്. അപ്പൊ ടെക്സിന് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ടെക്സസ് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ അളിയൻ ആ ഉടുമ്പിനെ വറുത്ത് കഴിച്ചെന്നേ. അല്ല പിന്നെ അപ്പൊ ഇപ്പൊ മോട്ടിക്കാൻ പോകുമ്പോ എന്താ ചെയ്യുന്നേ? ഉടുമ്പിന് പകരം അളിയനെ എടുത്ത് ഞാൻ ഭിത്തിയിലിറങ്ങിയിട്ട് അളിയന്റെ കാലെ പിടിച്ച് കയറിയിട്ടാണ് ഞാൻ മൂട്ടിക്കണത്. ഉണ്ണിക്കുട്ടാ, അല്ല, നിങ്ങൾ പാരമ്പര്യമായിട്ട് മോഷണത്തിന്റെ ആൾക്കാരാണോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കള്ളൻ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ആനപ്പാപ്പന്മാരാ. ആനപ്പാപ്പനാ. ഈ പാപ്പാന്റെ കാര്യം, നമ്മുടെ പണ്ട് തൃപ്പൂണിത്തറ ഉത്സവത്തിന് എന്റെ അപ്പൂപ്പനാണ് ആനയെ കൊണ്ടുപോയി. അപ്പൊ ആനയെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു ആനയ്ക്ക് മതവിളക്കി. നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് കാണുന്ന പോലെ ആന ഇങ്ങനെ വീട് പൊളിച്ചും കട പൊളിച്ചും ഓട്ടോഷൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിങ്ങനെ വരുക. അപ്പൊ തന്നെ എന്റെ മുത്തശ്ശൻ അവിടെ വന്നിട്ട് മുണ്ട് മടക്കി കുത്തി മോഹൻലാലിനെ പോലെ എന്നിട്ട് പറഞ്ഞ്, എടാ കുട്ടിശേഖര അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ആന അവിടെ നിന്നോ? ആന അവിടെ നിന്നിട്ടാണ് മുത്തച്ഛനെ തുമ്പിക്കൊണ്ട് എടുത്തു ഒറ്റ ഏറെ. പിന്നെ വേറൊരു കാര്യം, മുത്തച്ഛൻ ചെന്ന് വീണത് KCB ട്രാൻസ്ഫോമറില്ല. ഇപ്പൊ KCB-ക്കാർ അതിന്റെ ഉപചാര സ്മരണയായിട്ട് ഇപ്പോഴും അപ്പന്റെ ഫോട്ടോയും വെച്ച് അതിന്റെ അപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കള്ളത്തരം പറയാതിരിക്കാ. ഇങ്ങനെ ഇരിക്കണ അപായ. അല്ല, എന്റെ അപ്പന്റെ പേര് ഷോർട്ട് എഴുതി വെച്ചേക്കണതാ. എന്താ അപ്പൂപ്പന്റെ പേര്? അപ്പുക്കുട്ടൻ പാളയം. കരിക്കാലം എന്നല്ലാണ്ട് എന്താ പറയാ? അതെന്തോ മുത്തശ്ശി? തളിർവെറ്റിലയാ, വെറ്റില ചെല്ലത്തില്. മോനെ കേട്ടിട്ടില്ലേ? തളിർവെറ്റിലയുണ്ടോ വഴിവക്കിൽ വിൽക്കാൻ. ഈ തളിർവെറ്റില ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ഈ തുണ്ടൻ കഷ്ണം നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിക്കണം. നമ്മൾ മുറുക്കുണ്ടെന്നുള്ള വിവരം തലയ്ക്ക് അറിയിക്കണേ. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇച്ചിരി ചുണ്ണാമ്പൊക്കെ ഇങ്ങനെ പുരട്ടി 2 കഷ്ണം അടക്കണോ വാഴയിട്ടിട്ടു നാളെ മടക്കിയിട്ട് ആക്കിയിട്ട് എനിക്ക് വേണം. കുഞ്ഞു ചേട്ടനും വെറ്റില ചുണ്ണാമ്പതേക്കുവാണോ? ഓ, ഒന്നുമില്ല. ഡയലോഗ് ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് പുഴുകുന്നോണ്ട് റീല് കണ്ടോണ്ടിരിക്കുക. അയ്യോ മുത്തശ്ശി, വാ പൊള്ളുന്നു. അത് ആദ്യമായിട്ട് മുറിക്കേണ്ട. ഞാൻ ഇച്ചിരി വേഗം പോട്ടോ. തുണി ഇവിടെ കോടാന് കോടി സ്വത്ത് കൊള്ളണമെന്ന് എനിക്കറിയാം. ഇവിടെ നോക്കണോ, ഞാൻ ആ തള്ള മലപ്പുറം പറഞ്ഞു വിട്ടാ. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50-50 സെറ്റാണോ? മുത്തശ്ശി സമ്മതിക്കത്തില്ലെന്നേ.
എന്റെ പൊന്നളാവി ആ മുത്തശ്ശിക്ക് എന്തിനാണ് ഇപ്പൊ ഈ സ്വർണം ഈ സമ്പാദ്യം നമുക്കെടുത്ത 50-50 ആക്കാന്ന്. ഞാനൊന്നും പറയട്ടെ, ആ. എല്ലാ സ്വത്തുവകളും സൂക്ഷിച്ചിരിക്കുന്ന നിലവറയില്ല, പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ലെന്നേ. ആ നിലവറ എനിക്കൊന്ന് കാണിച്ചു തന്നാ പോരെ, ഞാൻ കയറി എടുക്കത്തില്ലേ? ഇങ്ങനെ കേറാൻ പറ്റത്തില്ല. അതെന്താ? ആ നിലവറയിലാണ് മുത്തശ്ശി തൂങ്ങി മരിച്ചത്. എന്താ? ആ നിലവറയിലാ മുത്തശ്ശി തൂങ്ങി മരിച്ചത്. അങ്ങനെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇത്ര നേരം ഞാനോട് സംസാരിച്ചിട്ട് മുത്തശ്ശി പോയത്, എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. വെള്ളം എടുക്കാൻ പോയതല്ലേ? വെള്ളം എടുക്കാൻ പോയതല്ല, ഇതിനു മുൻപ് വന്ന കള്ളന്മാരുടെ ചോര എടുത്തോട്ട് വന്ന് കാണിക്കാൻ പോയതാണെന്ന്. അത് പ്രേതമാണെന്ന്. തനിക്കെന്നുള്ള ഉറപ്പ്? എനിക്കുറപ്പാ. ആ നിലവറയുടെ തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഞാൻ വിഷം കഴിച്ച് മരിച്ചത്. 10 ദിവസമായിട്ടുള്ളൂ. തൊട്ട് നോക്ക്, ചൂട് മാറിയിട്ടില്ല. അയ്യോ